ഹായ് ഹലോ നമസ്കാരം മച്ചന്മാരെ. ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്കപ്പ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സൊല്യൂഷൻസ് പറഞ്ഞിട്ട് ചെറിയൊരു സംഭവം യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പീപ്പിൾ ഹു ക്യാൻ മെസ്സേജ് മീ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാം. ഇറ്റ്സ് പ്യോർലി നമുക്കിടയിൽ മാത്രമേ ആ ഒരു വ്യക്തി ആരാണ് എന്താന്നുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആഫ്റ്റർ ദാറ്റ് ഐം ഗെറ്റിംഗ് സോ മച്ച് ഓഫ് മെസ്സേജസ്. മച്ചന്മാരെ ഇതിന് മാത്രം തേപ്പോ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയി. അപ്പം ഒരുപാട് എനിക്ക് മെസ്സേജസിൽ നിന്നും മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ലിറ്ററലി അറ്റ് എ ടൈം 2 റിലേഷൻഷിപ്പ്, 2 യൂസ് ആൻഡ് ത്രൂ, ആൻഡ് ദ തേർഡ് വൺ ഈസ് റിലേഷൻഷിപ്പിനൊന്നും ഒരു വാല്യൂ ഇല്ല ഇൻ ദ സെൻസ് ലൈക്ക് സിംപ്ലി ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോപ്രായങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ കൂടുതലും ആൺകുട്ടികൾ, 1-2 പെൺകുട്ടികളാണ് നമുക്ക് മെസ്സേജ് അയച്ചു, കൂടുതലും ആൺകുട്ടികളാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ അവർ അയക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് ആൻഡ് വോയിസസ് ആൻഡ് മെസ്സേജസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് ലൈക്ക് താങ്ക് യു സോ മച്ച് ഗൈസ്, നമ്മളിലോട്ട് ഇങ്ങനെ ഒരു അപ്രോച്ച് നടത്താനായിട്ടുള്ള നിങ്ങളുടെ മൈൻഡ്. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അതേപോലെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. റിലേഷൻഷിപ്പിൽ നിന്ന് മറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഇതൊക്കെ നിങ്ങൾ ഈ വക സംഭവങ്ങൾ കണ്ടു, ഇതൊക്കെ ആശാൻ റിലേഷൻഷിപ്പിൽ കല്യാണം വരെ കുടുംബക്കാരൊരു ഉറപ്പിച്ച് വെച്ച ഒരു കല്യാണമാണ് കേട്ടോ. പിന്നെ ഈ പുള്ളിയെ എല്ലാ രീതിയിലും യൂസ് ചെയ്തതിന് ശേഷം ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു, ഫ്ലൈറ്റ് കയറ്റുന്നു, ട്രാവൽ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്ത് ആകെ മൊത്തം ടോട്ടലി കരിമ്പിനെ ചണ്ടി എടുക്കുന്ന മാതിരി ഈ പുള്ളിയെ യൂസ് ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് വെളിപാടുണ്ടായി. എന്ത് സ്റ്റാറ്റസ് പോരാ, പൈസ പോരാ, വീട് പോരാ. അതായത് എനിക്ക് തോന്നിയത് ഒരു ലെവൽ വരെ ആ പയ്യനെ യൂസ് ചെയ്തതിന് ശേഷം, അത് ഐഫോൺ വരെ വാങ്ങിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ ഒരാൾ BMW തരാമെന്ന് പറഞ്ഞപ്പോൾ ഐഫോൺ വരെ തന്ന് ഇവിടം വരെ എത്തിച്ച ആളെ നേരെ ചവിട്ടിയിട്ട് ഇപ്പുറത്തേക്ക് ചാടുന്ന ഒരു മാനസികാവസ്ഥ. എന്താണ് നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വേറൊരാളോട് പ്രേമം നടിച്ച് ഈ ഐഫോണും അല്ലെങ്കിൽ ഫ്ലൈറ്റും ട്രാവലും എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ പഠിച്ച് ജോലി ചെയ്ത് നിങ്ങളുടെ പൈസയ്ക്ക് ഇമാതിരി പരിപാടി കാണിച്ചൂടെ? എന്നിട്ട് എൻഡിൽ വേറൊരാൾ വന്നപ്പോൾ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ കഴിഞ്ഞതിന് ശേഷം എനിക്കിതൊന്നും ഒരു വിഷയമില്ല എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡ്ലെസ് ക്യാരക്ടറാണ്. ഈ പുള്ളിയോട് എനിക്ക് പറയാനുള്ളത്, ഈ സാധനങ്ങളൊക്കെ ഇനിയും എടുത്ത് വല്ല കത്തിച്ചളിയുക അല്ലെങ്കിൽ കോർപ്പറേഷൻകാർക്കോ കൊടുത്തിട്ട് ആ മെമ്മറീസ് അവിടെ തന്നെ അങ്ങോട്ട് കുഴിച്ചു മൂടാം. ഇതൊക്കെ തൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം തനിക്ക് ഒരു കാലത്തും ഈ ഒരു സംഭവത്തിൽ നിന്ന് കയറി വരാൻ പറ്റില്ല. ഓക്കെ, ഇതൊന്നും സൂക്ഷിച്ച് വെക്കാൻ മാത്രം ഇപ്പോഴും ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ട് നടക്കാനായിട്ടും മാത്രം പ്രഷ്യസ് ഒന്നുമല്ല ആ വ്യക്തി ഡിസേർവ് ചെയ്യുന്നുള്ളത്. തനിക്ക് അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അർഹിക്കാത്ത ഒരാൾക്ക് ഇഷ്ടം കൊടുത്ത് താൻ തന്നെ നശിപ്പിച്ച് കളയാനോട് എനിക്ക് താല്പര്യമില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേൾക്കുക. എനിക്ക് എപ്പോഴും സൊല്യൂഷൻസ് തരാനേ പറ്റത്തുള്ളൂ. അതിലൊരു പൊടി പോലും താൻ മുന്നോട്ട് വരാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ സ്ട്രോ വളഞ്ഞിരിക്കുന്ന മാതിരി തൻ്റെ ലൈഫും വളഞ്ഞു പോകും.